ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം എയ്തറിൻ്റെ എക്സ്പീരിയൻസ് സെൻറ്ററിലാണ്. എൻ്റെ മുന്നിൽ ഇരിക്കുന്നതാണ് ഏറ്റവും പുതിയ എയ്തർ 450S എന്ന് പറയുന്ന ഒരു മോഡൽ. എയ്തറിൻ്റെ 450X മോഡലിനേക്കാളും ചെറിയ ഒരു പതിപ്പായിട്ടാണ് എയ്തർ ഈ ഒരു വാഹനത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു നോർമൽ 125cc IC എഞ്ചിൻ സ്കൂട്ടർ എടുക്കാൻ പ്ലാൻ ഉള്ള ഒരാൾക്ക് അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കി ഒരു ഇലക്ട്രിക് മോഡലിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു പ്രൈസ് ഡിഫറൻസ് ഇല്ലാണ്ട് തന്നെ ഇപ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ എയ്തർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഒരു മോഡലിന്മേലുള്ളത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രൈസിന് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് നോക്കാം. എയ്തർ 450Xനേക്കാളും കുറച്ചും കൂടെ ചെറിയ ഒരു ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിലിരിക്കുന്നത്. 2.9 kWh ഒരു ബാറ്ററിയാണിത്. 5 years ആണ് ഇതിന് കമ്പനി വാറണ്ടി പറയുന്നത്. പോരാത്തതിന് 70% പെർഫോമൻസ് ഗ്യാരണ്ടിയും അവർ നൽകുന്നുണ്ട്. ഈ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഏകദേശം 115 കിലോമീറ്ററാണ് IDC ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത്. റിയൽ വേൾഡ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 കിലോമീറ്ററും കിട്ടുന്നതാണ്. സ്പോർട്സ് മോഡ്, റൈഡ് മോഡ്, ഇക്കോ മോഡ് എന്നിങ്ങനെ 3 റൈഡിംഗ് മോഡ്സിൽ കൊടുത്തിട്ടുണ്ട്. എയ്തർ 450Xൽ കാണുന്ന പോലെ റാപ്പ് മോഡാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ ഇല്ലാത്തത്. എങ്കിൽ തന്നെയും 0 to 40 ആക്സലറേഷൻ ഒക്കെ തന്നെ നോർമൽ IC സ്കൂട്ടറുകളെക്കാളും ബെറ്റർ തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് വരുമ്പോഴത്തേക്ക്. മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് പെട്രോൾ സ്കൂട്ടറുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രീമിയം ഫീലും ഒരു പ്രീമിയം ബിൽഡ്, ഫിനിഷ്, ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അതിൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സ്പോർട്ടി എയ്തർ ഡിസൈൻ എന്നുള്ളത്. നമ്മുടെ 450X എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മുടെ 450Sനെയും എയ്തർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാറ്ററി പാക്ക് ചെറുതായി അല്ലെന്നുണ്ടെങ്കിൽ വീൽ സൈസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ് 450Xുമായിട്ട് 450S. പിന്നീടുള്ള ഏറ്റവും വലിയൊരു ചേഞ്ച് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് 450Xൽ വരുന്ന പോലെയുള്ള ഒരു ഫുൾ കളർ ഡിസ്പ്ലേ അല്ല ഇതിൽ വരുന്നത്. ഒരു ഡീപ്പ് വ്യൂ LCD മീറ്റർ കൺസോളാണ്. പക്ഷേ നോർമൽ LCDസിനെക്കാളും കൂടുതൽ ലെയേഴ്സ് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡീപ്പ് വ്യൂ ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഷാർപ്പായിട്ടും വൈബ്രൻ്റ് ആയിട്ടും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വേണ്ട ഇൻഫർമേഷൻസ് അതിൽ കാണിച്ചു തരുകയും ചെയ്യും. പോരാത്തന്നെ നമുക്ക് ബ്ലൂടൂത്തും 10x10 നാവിഗേഷൻ ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ടച്ച് സ്ക്രീൻ അല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ നാവിഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിലൊരു പുതിയ ജോയ്സ്റ്റിക്കും എയ്തർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു റിവേഴ്സ് പാർക്കിംഗ് സ്വിച്ചും ഈ ഒരു വാഹനത്തിലുണ്ട്. ബാക്കി ഹാർഡ്വെയർസും സെയിം ആണ്. ആ ഒരു എയ്തറിൻ്റെ ആ ഒരു അലുമിനിയം ഷാസി തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അലുമിനിയം സ്വിംഗ് ആം വരുന്നുണ്ട്. ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഉണ്ട്. ബാക്കിൽ മോണോഷോക്ക് വരുന്നുണ്ട്. പെറ്റൽ ഡിസ്ക് ബ്രേക്സ് ആണ് ബോത്ത് എൻഡ്സിലും നമുക്ക് വരുന്നത്. അതിൽ വൈബ്രയുടെ ഫ്ലോട്ടിംഗ് കാലിപ്പറും കൊടുത്തിട്ടുണ്ട്. സോ ബ്രേക്കിംഗ് പെർഫോമൻസ് അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെട്രോൾ എഞ്ചിൻ സ്കൂട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ദ ബെസ്റ്റ് ബ്രേക്കിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്കൂട്ടറിൽ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയും റൈഡ് ക്വാളിറ്റിയും ഒക്കെ തന്നെ വളരെ പ്ലസൻറ്റും പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വാഹനത്തിൻ്റെ എല്ലാ ഭാഗവും വളരെ പ്രീമിയം ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്ന പോലെയാണ് നോക്കുന്നത്. ഡിസൈൻ ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും വളരെ നല്ല ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഇതിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സീറ്റ് നോക്കിയാലും നമുക്ക് 2 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സീറ്റാണ് വരുന്നത്. സിറ്റിയുടെ റൈഡ്സിലും കാര്യങ്ങളിലൊക്കെ 2 പേര് കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ. അതുപോലെ തന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22 ലിറ്ററിൻ്റെ ആണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. നമുക്ക് ചെറിയ ബാഗുകളും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ഓഫീസിലൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ ബാഗ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഇതിനുള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ബൂട്ട് ലൈറ്റും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് എല്ലാം തന്നെയും LED ആണ്. LED ഹെഡ് ലാമ്പ്, LED ടെയിൽ ലാമ്പ്, LED ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആകാനുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഹിൽ ഹോൾഡ് ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഓട്ടോ ഹോൾഡ്. നമുക്ക് ഇറക്കത്താണെങ്കിലും കയറ്റത്താണെങ്കിലും വണ്ടി നിർത്തിയിട്ട് ബ്രേക്കിൽ നിന്നും കൈയെടുത്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി റോളായി പോവില്ല. അവിടെ തന്നെ അത് ഹോൾഡ് ചെയ്ത് നിർത്തും മോട്ടർ. അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വർക്ക് ചെയ്യുന്നൊരു ഫീച്ചറാണ്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. കാരണം ബിഗിനേഴ്സ് എപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് പേടിക്കുന്നവരാണ്. സോ ആ ഒരു സമയത്ത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ആ ഒരു ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്നത്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്കൂട്ടറിൽ എയ്തർ കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വളരെ നല്ല ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ മിറേഴ്സ് ആണെങ്കിൽ തന്നെ ഒരു സ്പോർട്ടി ഡിസൈൻ ആയിട്ടുള്ള മിറേഴ്സ് ആണ്. വിസിബിലിറ്റി ആണെങ്കിലും നമുക്ക് ബാക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് തന്നെ ആ ഒരു മിററിൽ കാണാനും സാധിക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. കാരണം ഫീച്ചേഴ്സും അതുപോലെ ഇത് തരുന്ന പെർഫോമൻസും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൈസിൽ ഒരു നൈസ് ഡീൽ തന്നെയാണ് ഈ ഒരു സ്കൂട്ടർ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത്. അതായത് സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹബ് മോട്ടറാണ്. അതായത് നമ്മുടെ റിയർ വീലിൽ തന്നെ ആയിരിക്കും ആ ഒരു ഇലക്ട്രിക് മോട്ടർ വെച്ചിരിക്കുന്നതും. അതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ആ ഒരു ഇന്ന് നമ്മൾ എയ്തറിലേക്ക് വരുമ്പോഴത്തേക്ക് 450Xൽ യൂസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു ഫ്രെയിം മൗണ്ടഡ് മോട്ടറാണ് ഈ ഒരു വാഹനത്തിലും എയ്തർ കൊടുത്തിരിക്കുന്നത്.
അതായത് ഏകദേശം 1,10,000 രൂപയ്ക്കുള്ളിൽ എക്സ്-ഷോറൂം പ്രൈസ് വരുന്ന ഈ ഒരു സ്കൂട്ടറിൽ അവർ ആ ഒരു ഫ്രെയിം മൗണ്ടഡ് മോട്ടർ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാഹനം നമുക്ക് മെയിൻ്റനൻസ് കുറച്ചും കൂടെ സിംപ്ലർ ആൻഡ് ഈസിയറായി മാറിയിരിക്കുകയാണ്. കാരണം ഒരു ഹബ് മോട്ടറുള്ള വാഹനം പഞ്ചർ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹെഡേക്കുള്ള പരിപാടിയാണ്. കാരണം നോർമൽ സർവീസ് സെൻറ്റേഴ്സിലൊന്നും അവരത് അറ്റൻഡ് ചെയ്യില്ല. കാരണം ആ ഒരു മോട്ടർ അഴിക്കുക, അല്ലെങ്കിൽ ആ ഒരു വീൽ അഴിക്കുക, വീൽ അക്സസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. അതേസമയം ഇതുപോലെ ഫ്രെയിം മൗണ്ടറായിട്ട് വരുന്നത് നമ്മുടെ നോർമൽ ഒരു സ്കൂട്ടറിൻ്റെ എങ്ങനെയാണോ നമ്മൾ പഞ്ചർ ആയി കഴിഞ്ഞാൽ ടയർ മാറ്റുന്നത് അല്ലെങ്കിൽ ടയർ റിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിന് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഹബ് മോട്ടറിനേക്കാളും കൂടുതൽ പെർഫോമൻസ് തരാൻ സാധിക്കുന്നതും ഹീറ്റ് ഡെസിപ്പേഷൻ കുറവുള്ളതും അതുപോലെ തന്നെ സ്മൂത്ത് റൈഡ് ഓഫർ ചെയ്യാൻ കഴിയുന്നതും നമ്മുടെ ഫ്രെയിം മൗണ്ടഡ് മോട്ടർ തന്നെയാണ്. ഇതിലെല്ലാം ഉപരി വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു ഫീല് മറ്റ് ഹബ് മോട്ടർ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെക്കാളും എയ്തറിലാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. കാരണം അതിന് ഒരു വൈനിങ് സൗണ്ട് ഉണ്ട്. ആ ഒരു മോട്ടർ പുള്ളി ചെയ്യുന്നതിൻ്റെ ആ ഒരു വൈനിങ് സൗണ്ട് നല്ല രീതിക്ക് നമുക്ക് ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. സോ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഫീൽ അല്ലെങ്കിൽ ഒരു റൈഡറിന് കിട്ടുന്ന ഫീഡ്ബാക്ക് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനും ആ ഒരു റൈഡ് ഓൾ ത്രൂ എൻജോയബിൾ ആക്കാനും സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫ്രെയിം മൗണ്ടഡ് മോട്ടേഴ്സ് ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി കാര്യങ്ങളിൽ നമ്മളങ്ങനെ വലിയ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി 450X ഒരു സക്സസ് ആണ്. അതിന് ഒരു ചെറിയ വെർഷൻ എന്നുള്ള രീതിക്ക്, എന്നാൽ ഒരുപാട് ഇടങ്ങളിൽ പ്രൈസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഫീച്ചേഴ്സ് കട്ട് ഡൗൺ ചെയ്ത് കളയാത്ത ഒരു രീതിക്കാണ് ഈ ഒരു 450S എതിർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. സോ ഡു ടേക്ക് എ ടെസ്റ്റ് റൈഡ് ഓഫ് ദിസ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 450Xമായിട്ടും കൂടെ ഒന്ന് ഓടിച്ച് നോക്കിക്കോളാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഡിഫറൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ രണ്ട് മോഡലുകളും തമ്മിൽ വരുന്ന ഡിഫറൻസ് എന്നുള്ളത്. സോ അത്രയൊക്കെയാണ് ഗൈസ് എനിക്ക് ഈ ഒരു വാഹനത്തെ പറ്റി പറയാനുള്ളത്. ഇത് ഓടിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡാണ് ഞാൻ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ടെസ്റ്റ് റൈഡ് എടുക്കുക, എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓൾറെഡി 450S ഓണേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അതും കൂടി ഒന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കീഴിലായിട്ട് കമൻറ്റ് ചെയ്തേക്കുക. മറ്റുള്ളവർക്കും അത് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ തന്നെ ചെറിയ ചെറിയ റീൽ ഷോർട്ട് ഫോംസ് ഒക്കെ തന്നെ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാനും താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ നമ്മളൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു വാഹനോട് കാണുന്നത് ഇറ്റ്സ് മീ ജിൻ സൈനിങ്.